അപ്പൊ ഇതാണ് കല്യാണ ചെറുക്കൻ. ചേച്ചി, നീ എന്താടാ ഇത്ര താമസിച്ചേ? വരുന്ന വഴിക്ക് തടയാൻ ആളുണ്ടായിരുന്നു. പിന്നെ ശിവേട്ടൻ വന്ന രക്ഷിച്ചത്. കുളിച്ച കുറിയും തൊട്ട് കല്യാണ ചെക്കൻ ഇത് എങ്ങോട്ടാ? എനിക്ക് പലയിടത്തേക്കും പോകാനുണ്ടാവും. അതൊക്കെ തന്നോട് പറയണമെന്നുണ്ടോ? ചെക്കൻ രാവിലെ തന്നെ ഹൈ ടെമ്പറേച്ചറിലാണല്ലോ. എടാ മക്കളെ, നമുക്ക് ഇവനെ ഒന്ന് തണുപ്പിച്ചാലോ? അതിനെന്താ, നല്ല ഭംഗിയായിട്ട് തണുപ്പിക്കാം. കുളുവിൽ കൊണ്ടുപോകണോ, മണാലി കൊണ്ടുപോകണോ, അതോ ഊട്ടി കൊണ്ടുപോകണോ? എവിടെയാണെങ്കിലും പോകാൻ ഞങ്ങൾ റെഡിയാ. എന്നാ പിന്നെ പയ്യനെ പൊക്കി വണ്ടിയിലോട്ടിട. നമുക്കിവനെ ഊട്ടിയിലോട്ട് തന്നെ പറഞ്ഞുവിടാം. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിന്നെ ഊട്ടിയിലേക്കല്ലേടാ കൊണ്ടുപോകുന്നത്, അല്ലാതെ സോമാലിയയിൽ പട്ടിണിക്കരാണെന്നല്ലോ. പിടിച്ച് കേട്ടവനെ നടക്കണം അങ്ങോട്ട്. നടക്കാൻ അവനെ അങ്ങ് വിട്ടേക്ക് പോട്ടെ. നിങ്ങളുടെ കൂടെ ഞാൻ വന്നാ മതിയോ? നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ട് നല്ല ഡപ്പാങ്കു താടി അങ്ങ് പോവാം. സാർ ഇതിൽ ഇടപെടരുത്. ഇടപെടരുതെന്നോ? ഈ അടി ഇതിലിടപെട്ടതുകൊണ്ട് തന്നതല്ല. അച്ഛന്റെ ചട്ടുകുമായി നിന്നുകൊണ്ട് നീ എന്റെ പെങ്ങളെ കൊല്ലാൻ വന്നതിന് തന്നതാ. എനിക്ക് ശമ്പളം തരുന്നത് മഹേന്ദ്ര മുതലാളിയാ. മുതലാളി പറഞ്ഞ മോളെയല്ല, മോനെ തീർക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. എങ്കി ആ അച്ഛന്റെ മകൻ പറയുന്നു, ഇപ്പോ ഇവിടെ വെച്ച് നീ എന്നെ തീർത്ത് കാണിക്ക. ശമ്പളം വാങ്ങിക്കുന്നതിന്റെ കൂറ് കാണിക്കുമെന്നല്ലേ നീ പറഞ്ഞത്? കാണിക്കടാ കൂറ്. എടാ കാണിക്കടാ കൂറ്. പ്രകാശം നീ വിട്ടോ, ഞാൻ പിന്നാലെ വന്നോളാം. പിടിയണവനെ. ഇവിടെ പോടാ. നീ അങ്ങനെ പോവാൻ വരട്ടാ. നമ്മൾ തമ്മിലുള്ള കണക്കുകൾ അടിച്ചു തീർത്തിട്ട് നീ പോയാ മതി. എടാ നിന്നോടൊക്കെയല്ലോ അവനെ വിടാൻ പറഞ്ഞത്. എടാ വണ്ടി എടുത്തോണ്ട് പോടാ പ്രകാശേ. മാറിക്കടാ. എടാ വണ്ടി ഇടടാ. പിടിക്കടാ. നിക്കടാ അവിടെ. ഇവിടെ വാടാ. എടാ അച്ഛന്റെ കാശെന്ന് പറഞ്ഞാ എന്റെയും കൂടെ കാശാ. ഞാനും എന്റെ പെങ്ങളും കൂടെ തിന്നേണ്ട കാശ്. ആ കാശും തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിക്കേറിയതുപോലെ ഞങ്ങളുടെ നെഞ്ചത്തേക്ക് തന്നെ കേറാനാണ് നിന്റെ ഭാവമെങ്കി അച്ഛന്റെ വലതുഭാഗത്ത് നിൽക്കാൻ നീ ഇനി ഭൂമിയിലുണ്ടാവില്ല. വെള്ള പുതപ്പിച്ച് കിടത്തും ഞാൻ പള്ളിപ്പറമ്പില്. അതിന് ശിവന് നിന്നെ പോലുള്ള വാടാച്ചെട്ടുമ്പുകളുടെ സഹായമൊന്നും വേണ്ട. ഒറ്റയ്ക്ക് തന്നെ ചെയ്യും, നീ പോലും അറിയാതെ. അതുകൊണ്ട് ഇനി നീ മഹേന്ദ്രന്റെ മക്കളുടെ നേരെ കൈവെക്കണമെന്ന് ചിന്തിക്കുമ്പോ ഈ കൈക്ക് ഞാൻ വെക്കുന്ന പണി ഇതൊരു കൈനീട്ടോ. ശിവന്റെ പേരിലുള്ള വിഷുക്കൈനീട്ടോ. മേലാൽ എന്റെ കൺവട്ടത്തെങ്ങണം വന്ന കൊന്നുകളയും നിന്നെ ഞാൻ. ഈ വർഷത്തെ എന്റെ ആദ്യത്തെ കൈനീട്ടോ. ഇന്നാ പിടിച്ചോ.
ഇതിനെല്ലാം ഒത്താശ കൊടുക്കുന്നത് നീയാണല്ലടാ. കാണുന്നില്ലല്ലോ ഏട്ടത്തിയമ്മേ. വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ ഒന്ന് പോയി നോക്കണോ? എവിടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടാ കമല. അപ്പൊ ഇതാണ് കല്യാണ ചെറുക്കൻ. ചേച്ചി, നീ എന്താടാ ഇത്ര താമസിച്ചേ? വരുന്ന വഴിക്ക് തടയാൻ ആളുണ്ടായിരുന്നു. പിന്നെ ശിവേട്ടൻ വന്ന രക്ഷിച്ചത്. ഇവനെ ഞാനൊന്ന് നാറ്റിക്കും. ഇത് വൈറലുമാക്കും. അല്ല, എന്തായി കാര്യങ്ങള്? എല്ലാ കാര്യങ്ങളും റെഡിയാ. പ്രകാശ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട, നമുക്ക് ചടങ്ങ് നടത്തിയേക്കാം. അശര, ആ, പൂമാല എടുത്തിട്ടില്ല. അത് നിന്നോടല്ലേ വാങ്ങിക്കാൻ പറഞ്ഞു, വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചിട്ടുണ്ട്, ഓട്ടോയിൽ ഇരിക്കുക. എന്നാ പിന്നെ വേഗം പോയി എടുത്തിട്ട് വാ. ആ, സെറ്റ്. ആ, എന്നാ നമുക്ക് അകത്തേക്ക് കയറാം. ആ, വാ, നടക്കും മോളെ. ആ, എന്തായി?